സുലൈമാന്റെ ആൾക്കാർ വിളിച്ച് ഇമാം കട്ടുകൊണ്ടേയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചു. സുലൈമാന്റെ ആൾക്കാർ സുലൈമാനെ നിങ്ങൾ മോഷ്ടിച്ച പണം ആ സാധാരണ മനുഷ്യരുടേതാണ്. നിങ്ങൾ ആ പണം തിരിച്ചു കൊടുക്കുക. സുലൈമാൻ വാങ്ങിയ പണം സുലൈമാൻ സുലൈമാൻ വാങ്ങായ പണമാണ് തിരിച്ചു കൊടുക്കേണ്ടത്. അവർക്കുണ്ടാക്കി വെച്ച മാനനഷ്ടവും നീ ഉണ്ടാക്കി വെച്ച മാനനഷ്ടവും ധനനഷ്ടവും ഒക്കെ വേറെ നഷ്ടങ്ങളുണ്ട്. അതൊക്കെ നിയമപരമായി എങ്ങനെയൊക്കെയാണോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാനില്ല. എന്തായാലും ഒരു സുലൂക്കാകാൻ തിരിയുണ്ടോ പറയണെന്താ? അവർക്ക് എത്രത്തോളം മാനനഷ്ടമുണ്ട്. ഇനി ഇപ്പോഴും മുസീബത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അവരെ അപമാനപ്പെടുത്താൻ അവരെ വൃത്തികെട്ട രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവര് ചീത്താന്മാരാണ് നീച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടിയിരുന്നില്ല അന്ന് സർക്കാരിൽ അറിയിച്ച് അതിന്റെ നടപടി എന്റെ ഹിസാബ് എനിക്ക് എത്ര മുതലുണ്ട് കണക്കൂട്ടിയിട്ട് അവരെ മുതൽ കീച്ചാൻ വേണ്ടി എന്താ വേണ്ടി തീരുമാനിച്ചോ? ഇനി എന്താ പറഞ്ഞെന്റെ എനിക്ക് സുലൈമാനെ സുലൈമാൻ കട്ട് എന്താ അതൊക്കെ രംഗം. എന്നിട്ട് ഇവനാ AP ഉസ്താദിന്റെയും സുലൈമാൻ ഉസ്താദിന്റെയും പൊന്മള ഉസ്താദിന്റെയും അതേപോലെ ജിഫിലിത്തങ്ങളെയൊക്കെ മേലുള്ളത് ഇവനാത്തല്ലേ. കാട്ടുകള്ളം. എങ്ങനെ ഇവരൊക്കെ ഇതിലിങ്ങനെ പോണെന്നപ്പം നമ്മൾ ചിന്തിക്കണം. ഞാൻ അതാപ്പം ചിന്തിക്കണത്. നമ്മൾ നല്ല നല്ല ആലിമീങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് ഈ ആര് ചോദിച്ചാലും ജാരെടുത്ത ഓതിയെന്ന് ചോദിക്കും. അപ്പം നമ്മൾ നല്ലൊരു ഉസ്താദിൻ്റെ പേര് പറയുമ്പോൾ ആ ഉസ്താദിലേക്ക് നിസ്ബ ചെയ്തിട്ട് വലിയൊരു സ്ഥാനമാനം കിട്ടും. പിന്നെ ഉസ്താദിനോട് ജാരെടുത്ത ഓതി വെച്ചാൽ സുലൈമാബാവൻ്റെ അടുത്ത് ഓതി എന്നല്ലല്ലോ പറയാം. അതേമാതിരി മറ്റേ കാട്ടുകള്ളൻ്റെ അടുത്ത് ഓതി എന്നല്ലല്ലോ പറയാം. ആരടുത്ത് ഓതിയെന്ന് വെച്ചാൽ നമ്മളെ റയീസുലുലമേൻ്റെ അടുത്ത് ഓതി എന്നല്ലേ ഓനും പറയാം. അതിനൊരു സ്ഥാനമുണ്ടല്ലോ. പക്ഷേ എല്ലാത്തിലും ഉണ്ടാവുമല്ലേ. സുലൈമാൻ ഉസ്താദ് പറഞ്ഞ മാതിരി ഉണങ്ങിയ കൊമ്പ്, പൂതലൊടിച്ച കൊമ്പ്. ആ ഉണങ്ങിയ കൊമ്പ് താഴത്തേക്ക് ചാടിക്കാണ്ട് പൂതലൊടിച്ച് കേടെന്ന് പോകുന്നതിൽ പെട്ടാണ് നൗഷാദ്. സുലൈമാൻ ഉസ്താദ് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞാൽ അറിയാം, അത് കുറച്ച് വെള്ളം പറഞ്ഞു കൊടുത്താൽ തീർത്തോളും. അത് മരത്ത് ആ പൂതലൊടിച്ച് കാണ്ട് ചാടിയ കൊമ്പുണ്ടല്ലോ, അത് കുറച്ച് വെള്ളം പാർന്നു കൊടുത്താൽ തീർത്തോളും. അതിൻ്റെ അർത്ഥം എന്താ? കാട്ടുകള്ളൻ്റെ ഒപ്പമുണ്ട്, കാട്ടുകള്ളനൊന്ന് ഊതിയാൽ മതി, അല്ലെങ്കിൽ തുപ്പിയാൽ മതി, അതങ്ങനെ തീർത്തോളും. ഇതാണ് ഓൻ പറഞ്ഞ മറുപടി. കേട്ടിക്കും, നിങ്ങളെല്ലാവരും കേട്ടിക്കും. എന്നാലും നമ്മൾ അത്ഭുതപ്പെടുകയാണ് ഇവൻ്റെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ട്. അല്ലേ, നമ്മളെ നൗഷാദിൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ അത്ഭുതപ്പെടാണ്ട്. നല്ലൊരു മാംസം പോയി കണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കോമാളിത്തരം കെട്ടിക്കൊണ്ട് എടുക്കുക. അയാളുടെ ചെങ്ങായി ഈ സ്റ്റേജും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നല്ല 2 ഹദീസ് നോക്കി വെച്ച് വന്ന് കോലം പോലെ അടിപൊളിയായിട്ടാണ് പ്രസംഗിച്ച. എന്നിട്ട് അതൊക്കെയാണ് യൂട്യൂബിൽ കൂടി ഇട്ട് ആൾക്കാരിതിങ്ങനെ മറിച്ചുമ്പോൾ കേൾക്കാനെന്തോ ഒരു രസമാണ്. എന്നാൽ ഞമ്മക്കും തന്നെ ഈ ആദ്യ വണ്ടിയുമ്പോഴൊക്കെ നിർത്താം. നമ്മളൊക്കെ ഇതിപ്പോൾ ഇത്തിരി പറയണെന്താ അറിയിച്ച്, എൻ്റെ ഈ കാട്ടിക്കൂട്ടലാണ്, എൻ്റെ ഈ വേഷം കെട്ടലാണ്. ഇത് നമ്മൾ അംഗീകരിക്കൂല. ഇതിന് നമ്മൾ ഇജ്ജ് എന്ത് പറഞ്ഞോ നമ്മളിപ്പുറത്ത് പറയും. അതിൽ യാതൊരു സംശയമല്ല. ഇതൊന്നും ഞങ്ങളെ നേതാക്കന്മാരുടെ നേതൃത്വത്തിലൊന്നല്ല പറയണേ. ഞങ്ങളെ നേതാക്കന്മാർ ഇതിനൊന്നും അംഗീകരിക്കണമില്ല. ഞാൻ അതും മനസ്സിലാക്കിക്കോ. ഇതൊന്നും നേതാക്കന്മാരെ അഡ്രസ്സിലോ നേതാക്കന്മാരുടെ സമ്മതപ്രകാരമൊന്നുമല്ല. ഇതൊന്നും ഓലാരും അറിയില്ല. ആരാ നടത്തണമെന്നുള്ളതെന്ന് ഓൽക്കാർക്കും അറിയില്ല. മനസ്സിലാക്കിയത് എൻ്റെ ഈ കീടപ്രസംഗം ഞങ്ങളീ പറഞ്ഞു കൊടുക്കണമെന്നും ഓൽക്ക് കേൾക്കാൻ നേരം വേണ്ടെങ്കിൽ അപ്പം ഇൻഷാ അല്ലാഹ് നല്ലോണം ശ്രദ്ധിച്ചോളി. ഈ കള്ളന്മാരൊപ്പം നിൽക്കണവർ നല്ലോണം ശ്രദ്ധിച്ചോളി. അത് നല്ലോണം ശ്രദ്ധിക്കണത് ആവശ്യമാണ്, നിർബന്ധമായിട്ടും. അത്രയും കള്ളന്മാരാണ് ഇവർ.